ഹായ്, ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. ഇത് നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന നല്ല ഒരു സ്നാക്കാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 2 വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ചധികം മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നല്ല പോലെ അമർത്തി വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കപ്പോളം അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് പിന്നെയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ 1/2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഒരു 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ വെള്ളം ആവശ്യം വരും കേട്ടോ. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഒരു ഇത്തിരി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മാവ് പരുവം ആവുന്ന വരെ കണ്ടോ, ഇതേപോലെ ഒരു ഉണ്ട ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവാവുന്ന വരെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് എടുത്ത് നമുക്കിതുപോലെ വളരെ കട്ടി കുറഞ്ഞ് വട്ടത്തിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഇതേപോലെ വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ നന്നായിട്ട് മുക്കി വറുക്കാട്ടോ, എണ്ണയിൽ നല്ല പോലെ മുക്കി വറുത്താലും മതി. എന്നിട്ട് നമ്മളിവിടെ അങ്ങനെ മുക്കി വറുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂടായ എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മോൾ ഭാഗം കുറച്ചൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിവടയൊക്കെ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം.